പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NASൻ്റെ +2 ഹോം സയൻസ് ഈ വരുന്ന മാർച്ചിൽ ഓൺ ഡിമാൻഡായിട്ടും ഏപ്രിലിൽ നോർമൽ എക്സാമായി എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻസാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അവതരിപ്പിച്ചിരുന്നു. ഹോം സയൻസ് എത്ര മാർക്കിനാണ് പരീക്ഷ വരുന്നത്, അതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ അവതരിപ്പിച്ചിരുന്നു. ഇന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസാണ് അവതരിപ്പിക്കുന്നത്. ഹോം സയൻസ് 20 മാർക്കിൻ്റെ പേപ്പറാണ്. 10 മാർക്ക് PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ കിട്ടും. ബാക്കി വരുന്ന 10 മാർക്കാണ് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷ, അതുപോലെ തന്നെ റെക്കോർഡിനൊക്കെ വരുന്ന മാർക്കാണ് 10 മാർക്ക് വരുന്നത്. നിങ്ങളുടെ റെക്കോർഡിൽ എഴുതിയത് മുഴുവൻ എക്സാമിന് ചോദിക്കൂല. അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീസണൽ ഫുഡ് പറഞ്ഞു. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രാക്ടിക്കൽ എക്സാം 2025 ഏപ്രിൽ ബാച്ചിൻ്റെ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുന്നത് മാർച്ച് 17-20 ഇടയിലാണ്. അതിൻ്റെ കറക്റ്റ് ഡേറ്റ് ഓരോ സെൻറ്ററിലും വ്യത്യസ്തമാണ്. ചില സെൻറ്ററിൽ 17 നടക്കും, ചില സെൻറ്ററിൽ 18 നടക്കും, ചിലടത്ത് 19 നടക്കും. സമയങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഹാൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ സമയവും അതേപോലെ തന്നെ ഡേറ്റും കറക്റ്റായി നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. എക്സാമിന് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. റെക്കോർഡ് നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും. മീഡിയ ഏതുവാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പരമാവധി നിങ്ങൾ റെക്കോർഡിൽ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെ ഒബ്ജക്റ്റീവ്, എയിം, പ്രൊസീജിയർ, ടൂൾസ്, ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ടാവും. അതേ രീതിയിൽ ലാസ്റ്റ് കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താനും വളരെ നന്നായിരിക്കും. ഇന്ന് നമ്മൾ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് പൊല്യൂഷനും അതിൻ്റെ കാരണങ്ങൾ, റീസൺസ്, അതിൻ്റെ റെമഡിയൽ മെഷർ, അത് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ളതാണ്. പൊല്യൂഷൻ എന്ന് പറയുന്നത് മലിനീകരണമാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന രീതിയിൽ, കോട്ടം വരുത്തുന്ന രീതിയിൽ മലിനമാകുന്ന അവസ്ഥയാണ് ഈ മലിനീകരണം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തെ മലിനമാക്കുകയാണ്, പരിസ്ഥിതിക്ക് കോട്ടം തരുത്തുന്ന രീതിയിൽ പരിസ്ഥിതി ഹാനികരമാക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് മലിനീകരണം എന്ന് പറയുന്നത്. ഈ മലിനീകരണത്തിൽ തന്നെ പലതരത്തിലുള്ള മലിനീകരണമുണ്ട്. എയർ പൊല്യൂഷൻ, ഒന്ന് എയർ പൊല്യൂഷൻ വായു മലിനീകരണം, 2 സൗണ്ട് പൊല്യൂഷൻ ശബ്ദ മലിനീകരണം, 3 സോയിൽ പൊല്യൂഷൻ മണ്ണ് മലിനീകരണം, പിന്നെ 4 വാട്ടർ പൊല്യൂഷൻ ജല മലിനീകരണം. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഓരോന്ന് എന്താണെന്നും അത് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, റെക്കോർഡിൽ ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും, ആൻസർ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വായു മലിനീകരണം. അന്തരീക്ഷത്തിലെ വായു മലിനമാകുന്ന പല രീതിയിലുണ്ടാവും. ഇപ്പോൾ ഫാക്ടറികളിൽ നിന്നുള്ള പുകപടലങ്ങൾ, വലിയ വലിയ ഫാക്ടറികളിൽ നിന്നും കമ്പനികളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിഷവാതകങ്ങൾ ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലൂടെ പടർന്ന് അന്തരീക്ഷമല്ല അത് ശ്വസിക്കുന്നത് മൂലം നമുക്ക് മാരകരമായിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസർ വരെയുള്ള ഹൃദയത്തിന് വരുന്ന കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുക, വാഹനങ്ങളിൽ നിന്നുള്ള പുകപടലങ്ങൾ, അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിലൊക്കെ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് പൊടിപടലങ്ങളൊക്കെ അന്തരീക്ഷത്തിലൂടെ പാറി അടുത്തുള്ള സ്ഥലങ്ങളിലും അടുത്ത് താമസിക്കുന്ന ആളുകളുടെ വീട്ടുകളിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെയൊക്കെ മലിനമാകുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും അന്തരീക്ഷം മലിനമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ വെടിക്കെട്ട് നടത്തുമ്പോൾ അതൊക്കെ വിഷപരമായ കാര്യങ്ങളൊക്കെയാണ്. അന്തരീക്ഷത്തിലെ സ്മെല്ലൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ അന്തരീക്ഷ മലിനീകരണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാർബൺ മോണോക്സൈഡാണ് മെയിനായിട്ടുള്ള വിഷവാതകങ്ങൾ വരുന്നുണ്ട്. അത് അമിതമായി അന്തരീക്ഷത്തിൽ പോയി നമ്മുടെ ഓസോണിന് വിള്ളൽ വന്നു കഴിഞ്ഞാൽ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ നേർപ്പതിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കണം. പിന്നെ രണ്ടാമത്തത് വാട്ടർ പൊല്യൂഷനാണ്, ജലമലിനീകരണം. വെള്ളം എങ്ങനെയൊക്കെ മലിനീകരണം, ഫാക്ടറികളിൽ നിന്ന് വരുന്ന ദുർഗന്ധം അടഞ്ഞിട്ടുള്ള ജലാംശങ്ങളൊക്കെ പുഴയിലേക്കും തോടുകളിലേക്കും ഒഴുകുക, അതുപോലെ അടുത്ത വീട്ടിലെ കിണറിലേക്ക് ഒഴുകി പോകുന്നൊരവസ്ഥ വരെ എത്തുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പശുവിനെ കുളിപ്പിക്കൽ, മൃഗങ്ങളെയൊക്കെ കുളിപ്പിക്കൽ, അതേപോലെ തന്നെ മീനൊക്കെ നമ്മൾ വിഷങ്ങൾ ചേർത്തിട്ടൊക്കെ മീനുകളെ കൊന്നൊടുക്കിയിട്ട് മീൻ പൊടിക്കുന്നുണ്ട് പുഴകളിലും തോടുകളിലൊക്കെ. അതേപോലത്തെ കന്നുകാലി കഴുകൽ, വാഹനങ്ങൾ കഴുകൽ, അതേപോലെ തന്നെ പുഴകളിലൊക്കെ അവശിഷ്ടങ്ങളൊക്കെ, മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കൂടുതൽ തള്ളുക, ഇതുമൂലമൊക്കെ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, മലിനമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വീട്ടിലെ കിണറിനെ മലിനമാകുന്ന, കിണറിന് വേണ്ട രീതിയിൽ അതിന് നെറ്റിട്ടിട്ടില്ലെങ്കിലൊക്കെ എന്ത് ചെയ്യും, ഈ പക്ഷികളും മറ്റുള്ളതൊക്കെ വന്നതിന് മുകളിൽ നിന്ന് കാഷ്ടിച്ച് കഴിഞ്ഞാൽ വെള്ളം മലിനമാകും. അങ്ങനെ പല രീതിയിലും വെള്ളം മലിനമാകുന്നുണ്ട്. പിന്നെ പറയുന്നത് സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനം. മണ്ണിൽ നമ്മൾ എങ്ങനെയാണ് മലിനമാക്കുന്നത്, പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുക,
രാസവളങ്ങളുടെ പ്രയോഗങ്ങളാണ്. കെമിക്കൽ ഉപയോഗിക്കുന്നത് മൂലമാണ് മണ്ണിന് ജൈവവളങ്ങൾക്ക് പകരം നമ്മൾ കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിക്കും. മണ്ണിൻ്റെ ഫലഭൂഷ്ടി നശിപ്പിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുക, ഇതൊക്കെ മണ്ണ് മലിനമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എയർ പൊല്യൂഷനായി, സൗണ്ട് പൊല്യൂഷനായി, വാട്ടർ പൊല്യൂഷനായി, സോയിൽ പൊല്യൂഷനായി. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ. ഇനി ഇത് എങ്ങനെ ഇതിന് പരിഹരിക്കുക? ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റെമഡിയൽ മെഷർ എന്ന് പറയും. എയർ പൊല്യൂഷനുള്ള മെഷർമെൻ്റ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഫാക്ടറികളും അതേപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമ്പോൾ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി മാറ്റി സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കർശനമായ നിലപാട് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഗവൺമെൻറ് റൂള് പ്രകാരം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പുക ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തണം. പുക മലിനമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കുകളൊക്കെ കത്തിക്കുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒഴിവാക്കുന്നതിന് പരിഹാര മാർഗ്ഗങ്ങളാണ്. പിന്നെ ബോധവൽക്കരണ പരിപാടികളും സെമിനാറുകളൊക്കെ വെക്കാം. അതൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്താൻ പറ്റുന്ന പോയിന്റാണ്. മണ്ണ് മലിനീകരണം തടയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? റെമഡിയൽ മെഷർ. മണ്ണിൽ നമ്മൾ ജൈവവളം രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. പ്ലാസ്റ്റിക്കുകളോ അവശിഷ്ടങ്ങളോ ഒന്നും മണ്ണിൽ വലിച്ചെറിയാതിരിക്കുക. ഇങ്ങനെയൊക്കെ മണ്ണിനെ നമുക്ക് സംരക്ഷിച്ച് കൃഷിയൊക്കെ മെച്ചപ്പെടുത്താം. അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ താങ്ങാൻ ഇതേപോലെ തന്നെ ഫാക്ടറികളിൽ നിന്ന് വരുന്ന മലിനജലം ഇതേപോലെ എവിടേക്ക് പോകാതിരിക്കുക. പുഴകളിലേക്ക്, തോടുകളിലേക്കും അടുത്തുള്ള ആളുകൾ പറമ്പിലേക്ക് പോയി കിണറിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക. കിണറിൻ്റെ മുകളിൽ നെറ്റുകളും ഇതൊക്കെ ഇതാക്കുക. അതേപോലെ തന്നെ ആളുകൾ കുളിക്കുന്ന സമയത്ത് അവിടെ കന്നുകാലികളും അതേപോലെ തന്നെ അതൊന്ന് കഴുകുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. അതേപോലെ തന്നെ പുഴയുടെ അടുത്തുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ തള്ളുണ്ടാകും. അത്തരം സ്ഥാപനങ്ങളിലൊക്കെ CCTV ക്യാമറകൾ സ്ഥാപിച്ച് ആളുകളെ, കുറ്റവാളികളെ കണ്ടെത്തി അവർക്കെതിരെ നിയമപരമായ ആക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ കിണറിൻ്റെ മുകളിലൊക്കെ നെറ്റിട്ടിട്ടൊക്കെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് എയർ പൊല്യൂഷനായി, വാട്ടർ പൊല്യൂഷനായി, സൗണ്ട് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ്? വാഹനങ്ങളിൽ നിന്നുള്ള ആവശ്യമില്ലാതെ ട്രാഫിക് സ്ഥലങ്ങളിലൊക്കെ ഹോൺ അടിച്ചിട്ട് അതൊക്കെ വലിയ വലിയ വാഹനങ്ങളുടെ ഹോണുകളൊക്കെ വന്ന് ചെറിയ പിഞ്ചു പൈതൽ ചെവികളിലേക്ക് എത്തുമ്പോൾ അതൊക്കെ അവരുടെ കർണപഥത്തെ ബാധിക്കുന്നുണ്ട്. വലിയ അസുഖങ്ങൾ വരുന്നുണ്ട്. ആവശ്യമില്ലാതെ ഹോൺ അടിക്കുക, വലിയ കോൺഫറൻസ് ഹാളുകളുടെ ശബ്ദങ്ങളൊക്കെ, ഫാക്ടറികളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ നമ്മൾ ഫാക്ടറികൾ സ്ഥാപിക്കുമ്പോൾ തുറസായ സ്ഥലങ്ങൾ, ആളുകൾ താമസിക്കാത്ത സ്ഥലത്തൊക്കെ ആവശ്യമില്ലാതെ ഹോൺ അടിക്കാതിരിക്കുക. അത്തരം ആളുകൾക്കെതിരെ നിയമപരമായ നടപടികൾ കൊണ്ടുവരിക. ഓക്കെ. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ലാസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായി എന്നുള്ളത് എഴുതണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ വിശദമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. തുടർന്നുള്ള വീഡിയോയിൽ മറ്റുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അവതരിപ്പിക്കും. ഓക്കെ, താങ്ക് യു.